വിളിക്കുന്നത്. എങ്ങനെ ഒരു ഇമേജിൽ ഫിൽറ്റർ അല്ലെങ്കിൽ ബ്ലർ ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസിനെ കുറിച്ചാണ്. സോ ആദ്യമായി നമുക്കതിന് പറ്റിയൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇതൊരു വലിയ പ്രശ്നമില്ലാത്തൊരു ഇമേജാണ്. സോ ഞാൻ ഇമേജ് സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ഇമേജ് ഒന്ന് ലൈറ്റിങ് കൂട്ടാം. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ കൂട്ടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫിൽറ്റർ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ സി ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ട്. ഇനി ഇതിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എവിടേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കും. അതിനാണ് ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഫോക്കസ് ബ്ലർ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കുറക്കും ചെയ്യാം. എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് നീല കളർ എവിടേക്കാണ് വരുന്നത് അവിടേക്കാണ് ക്യാമറ ഫോക്കസ് ആവുന്നത്. ഞാനിത് കണ്ടോ, ഫ്രണ്ട് ബ്ലറായി ബാക്ക്ഗ്രൗണ്ട് ഇതായി. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി നമുക്ക് വേണ്ട രൂപത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു DSLR ക്യാമറയുടെ അടുത്തൊരു ഫീലൊക്കെ ഇതാണ് ഓട്ടോ ഫോക്കസ്. ഇന്നുള്ള അടുത്ത ഓപ്ഷനാണ് ഷാഡോ. നമുക്ക് ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോ കൊടുക്കാം, പക്ഷെ അത് സ്പെസിഫിക് ഇമേജ് ആയിരിക്കും. എക്സാമ്പിൾ ഇതെടുത്തു എന്നിട്ട് ഫോട്ടോ അടിച്ച് മൊബൈൽ വരച്ച് ഇനി ഇതിൻ്റെ ഷാഡോ കൊടുക്കാനുള്ള ഓപ്ഷൻ നോക്കാം. ഇനി ഇതിലേക്ക് എങ്ങനെ ഷാഡോ കൊണ്ടുവരാൻ നോക്കാം. എഡിറ്റ് ഫോട്ടോ, ഷാഡോ. ഓക്കെ, വളരെ സിംഗിൾ ആയിട്ടുണ്ട്. ഡ്രോപ്പ് ഷാഡോ. ഷാഡോൻ്റെ ഡിസ്റ്റൻസ്, ആംഗിൾ, എവിടെ നിന്നാണ് ഷാഡോ വരേണ്ടത് ഫിക്സ് ചെയ്ത്. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഷാഡോ വേണം വരുന്നത്. ഇതിന് ഫേസും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഷാഡോയുടെ ബ്ലർ എമൗണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഇതിന് ആണ് ഷാഡോ കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഇതിനെ ഒരു ഒബ്ജക്റ്റിൻ്റെ കീഴിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രൊഡക്റ്റുകൾക്ക് ഷാഡോ കൊടുക്കും. ഓക്കെ, നല്ല യൂസ്ഫുൾ. ഇനി നമുക്ക് ഇതിനെ ബ്ലറാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ബ്ലറാക്കണം. ഇവിടെ ബട്ടർഫ്ലൈസിനെ പ്ലേസ് ചെയ്യുന്നെന്ന് വിചാരിച്ചു. ഓക്കെ, ആണ് ബട്ടർഫ്ലൈസ് ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൽ പലതിനും പല ഒരു സൈസ് നമ്മൾ അപ്ലൈ ചെയ്തു. എനിക്ക് ഈ ലോങ്ങിലുള്ളതൊക്കെ ഒന്ന് ബ്ലറാക്കണം എന്നുള്ള ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇത് ബ്ലർ ഓപ്ഷൻ എടുത്തു. ഇതിൻ്റെ ഹോൾ ഇമേജ് സ്പെസിഫിക് ഏരിയ ബ്ലർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞ ഏരിയകളിൽ ബ്ലർ ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഒരു ഇമേജും ബ്ലർ ചെയ്യും. ഇങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ ഓക്കെ. ഇങ്ങനെ ഞങ്ങൾക്ക് പല രൂപത്തിലുള്ള ഒരു നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ബ്ലറാക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇനി അടുത്ത ഓപ്ഷൻ തന്നെ അതിലുള്ളത്
ഫേസ് റീടച്ച് എന്ന് പറയും. അതൊരു ഫേസിനെ റീടച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അടങ്ങിയ ഒരു വെച്ചാൽ ഒരു ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ റീടച്ച് ചെയ്യാം. ഈ അടുത്ത് ക്യാൻവയിൽ ഇറങ്ങിയ ഓപ്ഷൻ എന്താ, സ്കിന്നിനെ അവർ സ്മൂത്താക്കി കൊണ്ടുവന്നിട്ട് തരണം. സോ നമുക്ക് സ്കിന്നിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ചേഞ്ചുകൾ വരുന്നത്. ആ സ്കിന്നെ സ്മൂത്തായി വരുന്നതാണ്. എന്താ വളരെ സ്മൂത്താക്കി അവർ ആദ്യം വളരെ ഡ്രൈ ആയിരുന്നു, അത് വളരെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ എല്ലാത്തിൻ്റെ ഇടയിൽ റിമൂവ് എഫക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി